മാന്യപ്രേക്ഷകർക്ക് കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജില്ലാ കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ സീനിയർ സയൻറ്റിസ്റ്റും കോർഡിനേറ്ററുമായ ഡോക്ടർ പി മുരളീധരനാണ് കൃഷിദർശൻ പരിപാടിയിലെ ഇന്നത്തെ അതിഥി. പ്രകൃതിയിലെ സമസ്ത ജീവജാലങ്ങളുടെയും നിലനിൽപ്പ്, ആരോഗ്യപൂർണമായ നിലനിൽപ്പ് ആരോഗ്യപൂർണമായ മണ്ണിലാണ് ഉണ്ടാകുന്നത്. മനുഷ്യനാകട്ടെ സസ്യങ്ങളെ കൂടാതെ ജീവിക്കാനാവില്ല. ആരോഗ്യമുള്ള മണ്ണിലെ ആരോഗ്യമുള്ള സസ്യങ്ങളും ഉണ്ടാവും. ഭക്ഷ്യ സുരക്ഷ, പോഷക സുരക്ഷ സസ്യ വളർച്ചയ്ക്ക് എത്രമാത്രം അനിവാര്യമാണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. പ്രസ്തുത വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ മാന്യപ്രേക്ഷകർക്ക് നേരിട്ട് ചോദിക്കാവുന്നതാണ്. സ്വാഗതം സർ. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ ആരോഗ്യമുള്ള മണ്ണിലാണ് ജീവൻ്റെ നിലനിൽപ്പ് തന്നെ ഉള്ളത്. ഈ ഭക്ഷ്യ സുരക്ഷ എന്ന് പറയുന്നത് സസ്യങ്ങളുടെ അല്ലെങ്കിൽ മണ്ണിൻ്റെ പോഷക സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നു. ഇതിനെ ഒന്ന് വിശദമാക്കാമോ? ആരോഗ്യമുള്ള മണ്ണിൽ നിന്നാണ് പോഷകങ്ങൾ ആരോഗ്യമുള്ള ജീവജാലങ്ങളിലേക്ക് വരുന്നത്. മണ്ണിൽ നിന്നുള്ള പോഷകങ്ങളാണ് സസ്യങ്ങൾ വഴിയും അതുപോലെ ജന്തുക്കൾ വഴിയും മനുഷ്യരിലെത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ മണ്ണിലുള്ള പോഷകങ്ങളാണ് മനുഷ്യ നിർമ്മിതിക്കും മറ്റ് സസ്യജാലങ്ങളുടെ നിർമ്മിതിക്കുമായിട്ട് ഉപയോഗപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള മണ്ണിന് മാത്രമേ ഭക്ഷ്യ സുരക്ഷയുടെ അടുത്ത പടിയായ പോഷക സുരക്ഷയിലേക്ക് നമ്മളെ നയിക്കാൻ പറ്റുകയുള്ളൂ. മണ്ണിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മണ്ണിൻ്റെ ആരോഗ്യത്തെ നിയന്ത്രിക്കുന്ന വിവിധ ഘടകങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് മണ്ണിലെ ജൈവാംശം എന്നുള്ളത്. മണ്ണിലെ ജൈവാംശമാണ് മണ്ണിലെ കോടാനുകൂടി സൂക്ഷ്മജീവികളുടെ ഭക്ഷണമായി, സൂക്ഷ്മജീവികളുടെ നിലനിൽപ്പിന് മണ്ണിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ജൈവാംശത്തെയാണ്. ഈ സൂക്ഷ്മജീവികളാണ് മണ്ണിലുള്ള പ്രധാനപ്പെട്ട രാസപ്രവർത്തനങ്ങൾ, അവയുടെ ജീവിതചക്രവുമായി ബന്ധപ്പെട്ട രാസപ്രവർത്തനങ്ങൾ വഴി മണ്ണിൽ അലിഞ്ഞു ചേരുന്ന വസ്തുക്കളിൽ നിന്ന് പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാക്കുന്നത്. ഈ സൂക്ഷ്മജീവികൾ മണ്ണിൽ ഇല്ലാത്ത ഒരവസ്ഥയിൽ നമ്മുടെ ചെടികളുടെ വളർച്ച തന്നെ മുരടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സൂക്ഷ്മജീവികളുടെ അല്ലെങ്കിൽ ജൈവാംശത്തിൻ്റെ സാന്നിധ്യത്തിലാണ് മണ്ണിൽ ധാരാളം വായുസഞ്ചാരം ഉണ്ടാകുന്നത്. വായുസഞ്ചാരം ഉണ്ടാകുമ്പോൾ മാത്രമേ സസ്യങ്ങളുടെ ചെടികൾക്ക് വേരുകൾക്ക് ശ്വസിക്കാനുള്ള വായു ലഭ്യമാവുകയുള്ളൂ. അതുപോലെ മണ്ണിൽ ഈർപ്പം നിലനിർത്തുന്നതിന് ജൈവാംശം വളരെ പ്രാധാന്യമുള്ളതാണ്. ഇതൊക്കെ കൂടാതെ മണ്ണിലുള്ള പോഷകങ്ങൾ ചെടികൾക്ക്, മണ്ണിൽ ധാരാളം പോഷകങ്ങൾ ഉണ്ടെങ്കിലും അത് ചെടികൾക്ക് ലഭ്യമാവാനുള്ള ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നതിന് ഈ സൂക്ഷ്മജീവികൾക്ക് വളരെ പ്രധാനമായ ഒരു റോളുണ്ട്. അപ്പോൾ ഈ ഒരു പ്രധാനപ്പെട്ട ഘടകം, ജൈവാംശം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകം മണ്ണിൻ്റെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന ഒരു ഘടകമാണ് മണ്ണിൻ്റെ രാസപ്രവർത്തനം. നമുക്കറിയാം അമ്ലത്വം, ക്ഷാരത്വം എന്നൊക്കെ പറയും. മണ്ണിൻ്റെ അമ്ലത്വം എന്നുള്ളത് മണ്ണിലുള്ള മൂലകങ്ങളുടെ, ചില പ്രത്യേക മൂലകങ്ങളുടെ ആധിക്യം കൊണ്ടാണ് മണ്ണിൽ അമ്ലത്വം ഉണ്ടാകുന്നത്. ഈ മണ്ണിൽ അമ്ലത്വം കൂടുതലുള്ള മണ്ണിൽ ആവശ്യത്തിന് പോഷകങ്ങൾ ഉണ്ടെങ്കിലും ചെടികൾക്ക് അത് വലിച്ചെടുക്കാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ മണ്ണിലെ രാസപ്രവർത്തനം അല്ലെങ്കിൽ അമ്ലത്വം നിയന്ത്രിക്കുക എന്നുള്ളത് മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമാണ്. അതുപോലെ ചില മണ്ണുകളിൽ, പ്രത്യേകിച്ച് സമുദ്രതീരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മണ്ണുകളിൽ ഉപ്പിൻ്റെ അംശം കൂടുതൽ വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലും മണ്ണിലെ പോഷകങ്ങൾ ചെടികൾക്ക് ലഭ്യമാവുന്നതിൽ പല പ്രതിബന്ധങ്ങളും ഉണ്ടാകും. ഇതെല്ലാം മാറ്റി നിർത്തിയാലും മണ്ണിലുള്ള പോഷകങ്ങൾ ധാരാളം, ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വിവിധ മൂലകങ്ങളുണ്ട്. അവയെല്ലാം ചെടികൾക്ക് ലഭ്യമാകണമെന്നുണ്ടെങ്കിൽ മണ്ണിൻ്റെ ആരോഗ്യം, ഈ എല്ലാ ഘടകങ്ങളെയും ചേർത്തുകൊണ്ടുള്ള ഒരു സംയോജിതമായ ഒരു രീതിയിൽ മാത്രമേ മണ്ണിൻ്റെ ആരോഗ്യം നിലനിർത്താൻ കഴിയുള്ളൂ. കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ ഈ 4 ഘടകങ്ങൾ പറഞ്ഞു: ജൈവാംശവും രാസഗുണങ്ങളും അതിൻ്റെ മറ്റ് ലവണാംശവും ഫലഭൂയിഷ്ഠതയും ഒക്കെ പറഞ്ഞു. ഇത് 4ഉം ബാലൻസ് ചെയ്യുന്ന ഒരു രീതിയാണോ നമ്മൾ ഇന്ന് കേരളത്തിലെ മണ്ണിനുള്ളത്? ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പ്രധാനമുള്ള ഒരു വിഷയമാണത്. കാരണം കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായിട്ട് സംസ്ഥാനത്തെ കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിൻ്റെ നേതൃത്വത്തിൽ, സംസ്ഥാന കൃഷി വകുപ്പിൻ്റെയും കൂടെ സഹകരണത്തോടു കൂടി കേരളത്തിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലെയും മണ്ണ് പരിശോധിക്കുകയും അവയുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചുള്ളൊരു പഠനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേദനാജനകമായ അല്ലെങ്കിൽ വളരെ അത്ഭുതമുളവാക്കുന്ന ചില ഫലങ്ങൾ നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, പൊതുവേ കേരളത്തിലെ മണ്ണുകൾ അമ്ലത്വം കൂടുതലുള്ള മണ്ണുകളാണ്. ഇവിടെ നമ്മൾ അമ്ലത്വത്തെ വേണ്ട രീതിയിൽ നിയന്ത്രിക്കാത്തതുകൊണ്ട് കുമ്മായ പ്രയോഗമാണ് അതിനുവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പരിചരണ മാർഗം എന്ന് പറയുന്നത്. ഈ കുമ്മായ പ്രയോഗം നടത്താത്തത് കൊണ്ട് കേരളത്തിലെ മണ്ണുകളുടെ അമ്ലത്വം വളരെ കൂടിയിരിക്കുന്നു
91% മണ്ണുകൾ അമ്ലത്വം ബാധിച്ചിരിക്കുന്ന മണ്ണുകളാണ് എന്നാണ് നമ്മുടെ ഈ പഠനത്തിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്രധാനപ്പെട്ട പോഷക മൂലകങ്ങളാണ് കാൽസ്യം, മഗ്നീഷ്യം എന്ന് പറയുന്ന 2 മൂലകങ്ങൾ. ഈ 2 മൂലകങ്ങൾ നമ്മൾ കുമ്മായത്തിലൂടെയാണ് നമ്മൾ ചെടികൾക്ക് ലഭ്യമാക്കിക്കൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ മഴ കൂടിയ പ്രദേശമായതുകൊണ്ട് ഈ മൂലകങ്ങൾ മഴ പെയ്യുമ്പോൾ വെള്ളത്തിൽ ലയിച്ച് താഴ്ന്ന നിരപ്പിലേക്ക് പോകുന്നതുകൊണ്ട് ചെടികൾക്ക് ലഭ്യമായ അളവിൽ മേൽമണ്ണിൽ ലഭ്യമല്ല. അപ്പോൾ അത് കുമ്മായ പ്രയോഗം വഴിയാണ് നമ്മൾ ഈ മൂലകങ്ങളെ നമ്മൾ ചെടികൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കുമ്മായ പ്രയോഗം വേണ്ട രീതിയിൽ നടത്താത്തത് കൊണ്ട് തന്നെ ഈ അമ്ലത്വം കണ്ടമാനം കൂടിയിരിക്കുന്നതെന്ന് മാത്രമല്ല, ഈ മൂലകങ്ങളുടെ അഭാവം ഇപ്പോൾ നമ്മുടെ വിളവിനെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു അടുത്ത കാലത്ത് നമ്മൾ ശ്രദ്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കാൽസ്യം, മഗ്നീഷ്യം മൂലകങ്ങളുടെ അഭാവം. ഇതുകൂടാതെ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട മൂലകങ്ങളായിട്ട് രാസവളങ്ങളായിട്ട് നമ്മൾ പ്രയോഗിക്കുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, അതിൽ ഈ ഫോസ്ഫറസ് ഭാവകം എന്ന് പറയുന്ന മൂലകം പൊതുവേ നമ്മൾ മണ്ണിൽ ഫിക്സ് ചെയ്യപ്പെടുന്നതുകൊണ്ട് നമ്മൾ സ്ഥിരമായിട്ട് അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് മണ്ണിൽ അല്പം കൂടുതലായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭാവകം അടങ്ങിയ രാസവളങ്ങളുടെ അളവ് അല്പം കുറക്കാവുന്നതാണ് എന്നുള്ളതാണ് നമുക്ക് വേറൊരു ഈ ഒരു പഠന ഫലമായിട്ട് മനസ്സിലായുള്ള കാര്യം. തിരിച്ചു വരാം സർ. ആദ്യത്തെ കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഗതം, കൃഷിദർശൻ പരിപാടിയിലേക്ക് സ്വാഗതം. പറഞ്ഞോളൂ. ഈ മണ്ണ് പരിശോധനയ്ക്ക് മണ്ണ് എങ്ങനെയാണ്? മണ്ണ് പരിശോധന നടത്തുന്നത് നമ്മൾ പല ഘടകങ്ങളുണ്ട്. മണ്ണ് എവിടുന്നാണ്, ഏത് ഫീൽഡിൽ നിന്നാണ്, എവിടെ നിന്നാണ് നമ്മൾ മണ്ണെടുക്കുന്നു എന്നുള്ളത് വളരെ പ്രാധാന്യം. പാടത്തു നിന്നാണെങ്കിൽ, അതുപോലെ പച്ചക്കറികൾ കൃഷി ചെയ്യുന്ന സീസണൽ അല്ലെങ്കിൽ ആനുവൽ നമ്മുടെ ചെറിയ ഹ്രസ്വകാല വിളകളുടെ തോട്ടങ്ങളിൽ നിന്നാണ് മണ്ണെടുക്കുന്നതെങ്കിൽ നമ്മൾ 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ മാത്രമേ മണ്ണെടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അവയുടെ വേരുപടലം ആ ഒരു 15 സെൻറ്റിമീറ്റർ താഴ്ച വരെ മാത്രമേ പരമാവധി വളരുന്നുള്ളൂ. അങ്ങനെയുള്ള ഒരു നെൽപ്പാടത്തിലാണെങ്കിൽ 1 ഏക്കർ സ്ഥലത്തു നിന്ന് ഒരു 4 or 5 സാമ്പിൾ പല ഭാഗങ്ങളിൽ നിന്നായി എടുത്തിട്ട് അതിന് 15 സെൻറ്റിമീറ്റർ ആഴത്തിൽ വി ആകൃതിയിലുള്ള കുഴികൾ, വി ആകൃതിയിൽ മണ്ണ് കട്ട്, വി ആകൃതിയിൽ, വി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൻ്റെ ആകൃതിയിൽ മണ്ണ് 2 സൈഡിൽ നിന്നും കട്ട് ചെയ്തിട്ട് അതിൽ ഒരു സൈഡിൽ മാത്രം, സൈഡിൽ നിന്ന് ചേർന്ന് മേലെ മുതൽ താഴെ വരെ വരുന്ന തരത്തിലുള്ള മണ്ണാണ് ഒരു സ്ഥലത്ത് ഒരു കുഴിയിൽ നിന്ന് സാമ്പിളായിട്ട് എടുക്കേണ്ടത്. അതെ, മുകളിൽ മുതൽ താഴെ വരെ മുഴുവൻ എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ മുഴുവൻ മണ്ണിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപം കിട്ടുകയുള്ളൂ, മൊത്തത്തിലുള്ള അതിൻ്റെ ഗുണം കിട്ടുകയുള്ളൂ. അങ്ങനെ 4 or 5 സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന മണ്ണ് സാമ്പിള് കൂട്ടി കലർത്തിയതിന് ശേഷം കേട്ടില്ല. 5 സ്ഥലങ്ങളിൽ നിന്ന് എടുക്കുന്ന ഒപ്പറ മിക്സ് ആകണോ? 1 ഏക്കർ സ്ഥലത്തിന്റെ കാര്യമാണ് പറഞ്ഞത്. 1 ഏക്കർ സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 4-5 വിവിധ, കാരണം നമുക്ക് മണ്ണിന്റെ ഒരു കൃത്യമായ ഒരു റെപ്രസെന്റേറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, ഒരു റെപ്രസെന്റേറ്റീവ് സാമ്പിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് 4-5 സ്ഥലങ്ങളിൽ നിന്ന് എടുത്ത് അത് മിക്സ് ചെയ്തിട്ട് അതിനകത്തുള്ള കല്ലോ മണ്ണോ കല്ല് അതുപോലുള്ള വേരുകൾ ഇതൊക്കെ മാറ്റിയതിന് ശേഷം ഈ മൊത്തം അളവിൽ നമ്മളിപ്പോൾ എടുത്തത് ഒരു 1.5 കിലോ 2 കിലോ ഒക്കെ മണ്ണൊക്കെ വരും. അതിനെ നമ്മൾ പരത്തിയിട്ട് 4 ഭാഗമായിട്ട് കൈകൊണ്ട് നമുക്ക് തിരിച്ചിട്ട് അതിൽ എതിർ ഭാഗത്തുള്ള 2 കോർണറുകളിൽ നിന്നുള്ള മണ്ണുകൾ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ മൊത്തം അളവ് കുറക്കാം. അങ്ങനെ കുറച്ചതിന് ശേഷം മൊത്തം നമുക്കൊരു 1/2 കിലോ മണ്ണാണ് നമുക്കൊരു സാമ്പിളായിട്ട് എടുക്കേണ്ടത്. ഈ 1/2 കിലോ മണ്ണ് സാമ്പിളായിട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ എടുത്ത ഏത് വിളയാണ് അവിടെ കൃഷി ചെയ്തിരുന്നത്, അല്ലെങ്കിൽ അതുപോലെ ആ മണ്ണിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളും എടുത്ത ആളുടെ പേരും മേൽവിലാസവും അവിടെ കൃഷി ചെയ്യുന്ന രീതികളും കൃഷി ചെയ്യുന്ന വിളകളുടെ വിവരങ്ങളെല്ലാം കൂടെ ഒരു ലേബൽ പോലെ എഴുതിയിട്ട് അതിൻ്റെ കൂടെ വെക്കണം. അങ്ങനെയാണെങ്കിലാണ് നമുക്കത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം ഈ വിളകൾക്ക് എന്ത് തരത്തിലുള്ള ശുപാർശയാണ് വേണ്ടതെന്ന് തീരുമാനിക്കാൻ പറ്റും. പറയൂ. മഴക്കാലം എടുക്കാൻ പറ്റില്ല, വേനൽക്കാലത്തിന് എടുക്കണം. കേട്ടില്ല, വ്യക്തമായില്ല. എടുക്കാൻ പറ്റില്ല, വേനൽക്കാലത്ത് എടുക്കണോ? മഴക്കാലത്തോ? മഴക്കാലത്ത് പൊതുവേ നമുക്ക് കുറച്ച് ഉണങ്ങിയ അവസ്ഥയിലാണ് മണ്ണുകളെ കൂടുതൽ അതിൻ്റെ പരിശോധനയ്ക്കൊക്കെ അതിൻ്റെ ഒരു യഥാർത്ഥ സ്വഭാവം നമുക്ക് വ്യക്തമായി കിട്ടുക. അപ്പോൾ കഴിയുന്നത് നമ്മൾ എപ്പോഴും പറയുന്നത് മഴക്കാലം തുടങ്ങുന്നതിന് മുമ്പുള്ള ഏപ്രിൽ മെയ് മാസങ്ങളാണ് നമുക്ക് മണ്ണ് പരിശോധനയ്ക്ക് പറ്റിയ ഒരു സമയം. കാരണം നെൽകൃഷിയാണെങ്കിലും പുഞ്ചകൃഷിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മഴക്കാലമൊക്കെ തുടങ്ങുന്നതിന് മുമ്പുള്ളൊരു സമയമാണ് കൂടുതൽ നല്ലത്. വിളിച്ചതിന് വളരെ നന്ദി സാർ. ഈ മണ്ണിന് അപജയം സംഭവിച്ചു എന്ന് പറയാറുണ്ടല്ലോ, എപ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്? അതാണ് ഞാൻ ഈ പറഞ്ഞ പോലെ
മണ്ണിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ഈ ജൈവാംശം, അതുപോലെ അമ്ലത്വം അതിൻ്റെ ലെവലിൽ നിർത്തുക, അതുപോലെ അതിൻ്റെ ലവണത്തിൻ്റെ അളവ്, അതുപോലെ ബാക്കി പോഷകമൂല്യങ്ങൾ, ഇതിൽ ഏതെങ്കിലും ഒരു തരത്തിൽ ഇതിൽ കുറവ് വരുമ്പോഴാണ് നമ്മൾ മണ്ണിന് അപജയം സംഭവിച്ചെന്ന് പറയുന്നത്. അത് പല രീതിയിലാവാം. മണ്ണിൽ ഭൗതികമായ അപജയമാവാം. മണ്ണൊലിപ്പ് മൂലം മണ്ണ് നഷ്ടപ്പെട്ടാൽ, മേൽമണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടപ്പെട്ടാൽ ആ മണ്ണിന് നമ്മൾ അപജയം സംഭവിച്ചു എന്ന് പറയാം. അതുപോലെ ഞാൻ ഈ പറഞ്ഞ മണ്ണിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂക്ഷ്മജീവികൾ, മണ്ണിലെ സൂക്ഷ്മജീവികളുടെ അളവ് വളരെ കുറവാണ്, ആവശ്യത്തിന് ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് അപജയം സംഭവിച്ച മണ്ണാണെന്നാണ് നമ്മൾ പറയുക. അപ്പം ജൈവാംശം കുറഞ്ഞാൽ തന്നെ മണ്ണിന് അപജയം സംഭവിച്ചു എന്ന് വേണം പറയാൻ. അപ്പം ആവശ്യത്തിന് ലവണങ്ങളും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ജൈവാംശങ്ങളും ഒക്കെ നഷ്ടപ്പെടുമ്പോൾ മണ്ണിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നു. തീർച്ചയായും. അപ്പോൾ അത്തരത്തിൽ ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ സസ്യങ്ങളുടെ വളർച്ചയ്ക്കും അല്ലെങ്കിൽ നമ്മുടെ ഈട് ലഭിക്കുന്നതിനുള്ള വീഴ്ചയ്ക്കും ഒക്കെ കാരണമാകുന്നത്. അപ്പോൾ ഇതിനെ നമുക്ക് സന്തുലിതമായ ഒരു അവസ്ഥയെ നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്തൊക്കെ മാർഗങ്ങളാണ് സ്വീകരിക്കാറുള്ളത്? നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ നമ്മുടെ ഒരു പ്രിയപ്പെട്ട പ്രേക്ഷകൻ ചോദിച്ച പോലെ മണ്ണ് പരിശോധിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം മണ്ണിൽ എന്തടങ്ങിയിട്ടുണ്ട്, മണ്ണിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ സാധാരണ മനുഷ്യരാണെങ്കിലും ഒരു ഡോക്ടറെ അടുത്ത് പോയി ചെക്ക് ചെയ്യുന്നത് പോലെ തന്നെയാണ് മണ്ണിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞേ തീരും. അപ്പോൾ അതിന് ആ ശാസ്ത്രീയമായി പറഞ്ഞിരിക്കുന്ന രീതിയിലുള്ള മണ്ണ് സാമ്പിൾ എടുത്ത് ഏറ്റവും വിശ്വസനീയമായ മണ്ണ് പരിശോധന ലബോറട്ടറികളിൽ കൊടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ ചെയ്യുന്ന വിളകൾക്ക് എന്ത് ശുപാർശകൾ വേണമെന്നുള്ള കാര്യം അതിനകത്ത് ശുപാർശയായിട്ട് കിട്ടും. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴും ജൈവാംശം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വളപ്രയോഗം അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു മാനേജ്മെൻറ്റാണ്. അപ്പോൾ രാസവളങ്ങൾ നമ്മൾ പ്രയോഗിക്കുന്നതുകൊണ്ട് തെറ്റുണ്ട് എന്നല്ല, പക്ഷേ കൂടുതലും ജൈവവളങ്ങൾ ചേർന്നുകൊണ്ടുള്ള ഒരു സംയോജിത വളപ്രയോഗ രീതിയാണ് നമ്മുടെ മണ്ണിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് ഈ രാസവളങ്ങൾ നമ്മൾ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പല വെള്ളത്തിലൂടെയും അല്ലെങ്കിൽ മഴ പെയ്താൽ അലിഞ്ഞുപോയി നഷ്ടപ്പെടാനുള്ള സാധ്യതയുള്ളത്. ജൈവാംശത്തിൻ്റെ കൂടെ പ്രയോഗിക്കുകയാണെങ്കിൽ അത് നഷ്ടപ്പെടാതെ മണ്ണിൽ പിടിച്ചു നിർത്താനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ സംയോജിത രീതി. ശരി, അടുത്തൊരു കോളർ വെയിറ്റ് ചെയ്യുന്നു. നമസ്കാരം. പറയൂ. എൻ്റെ ഒരു ശ്രീകുമാർ, കൊല്ലം ജില്ലയിൽ നിന്ന് സംസാരിക്കാണ്. പറയൂ സർ. ഈ കൊല്ലത്ത് മണ്ണ് പരിശോധന കേന്ദ്രം എവിടെയാണ്? എല്ലാ ജില്ലകളിലും ജില്ലാ മണ്ണ് പരിശോധന ലബോറട്ടറികളുണ്ട്. കൃഷി വകുപ്പിൻ്റെ കീഴിൽ ജില്ലാ മണ്ണ് പരിശോധനശാലകളുണ്ട്. അതായത് നിങ്ങൾ ഏറ്റവും അടുത്തുള്ള കൃഷിഭവനിൽ അന്വേഷിക്കുകയാണെങ്കിൽ അത് എവിടെയാണ്, ഈ സാമ്പിളുകൾ കൃഷിഭവനുകൾ വഴിയും അവർ ശേഖരിച്ച് ജില്ലാ മണ്ണ് പരിശോധനാശാലകളിൽ പരിശോധന നടത്തിയിട്ട് അതിൻ്റെ ഫലം ലഭ്യമാക്കുന്നതാണ്. ഇത് കൂടാതെ നിങ്ങൾ ജില്ലയിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ സമീപിക്കുകയാണെങ്കിലും എല്ലാ ജില്ലകളിലും കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുണ്ട്. അവർ കൃഷി വിജ്ഞാന കേന്ദ്രത്തെ സമീപിച്ചാലും മണ്ണ് പരിശോധന നടത്തുന്നുണ്ട്. അതുപോലെ വേറെ ഏതെങ്കിലും ഏജൻസികൾ, ഇപ്പോൾ റബ്ബർ ബോർഡ് പോലുള്ള സ്ഥാപനങ്ങൾ മണ്ണ് പരിശോധന, സഞ്ചരിക്കുന്ന മണ്ണ് പരിശോധന ശാലകൾ ഉണ്ട്. അതുകൂടാതെ പല ഏജൻസികളുണ്ട്. അത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും അടുത്ത് ലഭ്യമായ മണ്ണ് പരിശോധനാ ശാലയുടെ വിവരങ്ങൾ കിട്ടും. വിളിച്ചതിന് വളരെ നന്ദി. അടുത്തൊരു കോളറുണ്ട്. ഹലോ മാഡം, പറഞ്ഞു. നമ്മളെ കുറച്ച് മാവ് തൈ, നെല്ലി തൈ ഇതെല്ലാം വെച്ചിട്ടുണ്ട്. 4-5 വർഷമായിരുന്നു. 3 വർഷം കഴിക്കുന്ന മരമായിട്ട് വന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് ഇതൊന്നും കായ്ക്കില്ല, എല്ലാം തളിച്ചു വളർന്നതിന്റെ മണ്ട കരിഞ്ഞു പോകുന്നത്. മണ്ണിന്റെ വല്ല കുഴപ്പമൊന്നും അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചതാ. മാഡം എവിടുന്നാ വിളിക്കുന്നത്? ഞാൻ കൊല്ലത്തുനിന്ന് പുനലൂർ എന്ന സ്ഥലം. അഡ്വക്കേറ്റാണ്, പുനലൂർ ബാറിൽ അഡ്വക്കേറ്റാ. ഓക്കെ. എന്തൊക്കെയാ, മാവ് നെല്ലി ഒക്കെയാണോ പറഞ്ഞത്? മാവ് നെല്ലി ഇത് രണ്ടും നമ്മൾ കുറച്ച് കൂടുതൽ വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു 4 വർഷം കഴിഞ്ഞത് കുറച്ച് അടുത്തൊക്കെ അതിന്റെ കൂടെ വെച്ച് കായ്ക്കുന്നുണ്ട്. നമ്മളെ മാവിന്റെ മണ്ട കരിഞ്ഞു പോകുന്നു. പക്ഷെ ഇതുവരെ ഇത് കായ്ച്ചില്ല. മണ്ട വരുന്നതെല്ലാം കരിഞ്ഞു പോയി. അതെന്തായാലും അതുപോലെ തൊലിയെ ചുക്കി തുളങ്ങി പോകുന്നത് മണ്ണിന്റെ എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ എന്നറിയാൻ വേണ്ടി. ഈ നട്ട സ്ഥലത്ത് മുമ്പ് വേറെ ഏതെങ്കിലും വിളകൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇല്ല, പണ്ട് ഇല്ല. പൊതുവായിട്ട് അവിടെ മരച്ചീനിയും പയറും ഒക്കെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന സ്ഥലമാണ്. മരച്ചീനി ഒക്കെ കൃഷി ചെയ്തിരുന്ന സ്ഥലമാണല്ലേ? പൊതുവെ മണ്ണിന് ചിലപ്പോൾ ഫലഭൂയിഷ്ഠത കുറഞ്ഞായിരിക്കും. പക്ഷേ ഞാൻ ഈ പറഞ്ഞ അമ്ലത്വത്തിൻ്റെ ഒരു പ്രശ്നം വളരെ കാര്യമായിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പല ചെടികളും ഇലകൾ കരിഞ്ഞു പോകാനും പൂക്കൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. എന്തായാലും ഇതിന് കുറച്ച് ജൈവവളങ്ങൾ കൊടുക്കാറുണ്ടോ? ജൈവവളങ്ങൾ, ചാണകം, കമ്പോസ്റ്റ്, പച്ചില വളങ്ങൾ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചാണകവും ജൈവവളങ്ങൾ ഇത്രയും കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മള് 18 മിക്സർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കുമ്മായം കൊടുത്തിട്ടുണ്ടോ ഇതുവരെ? കുമ്മായം ഒരു കാര്യം ചെയ്യൂ, അടുത്ത പ്രാവശ്യം ഇനി രാസവളങ്ങളൊക്കെ കൊടുക്കുന്നതിന് മുമ്പ് ഒരു 2 ആഴ്ച മുമ്പെങ്കിലും 1 കിലോ വെച്ച്, മാവിനൊക്കെ ആണെങ്കിൽ 1 കിലോ ആണ് കുമ്മായം
തടത്തിലിട്ട് കൊടുത്ത് കുമ്മായ ഇട്ട് കൊടുത്തിട്ട് ഒരു 2 ആഴ്ചയെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ മറ്റ് രാസവളങ്ങളോ മറ്റ് വളങ്ങളോ കൊടുക്കേണ്ടതുള്ളൂ. ഇപ്പോഴും മഴ തുടങ്ങാത്തതുകൊണ്ട് ഉടനെ വേണമെങ്കിൽ ചെയ്യാം. ഒരു വലിയ മഴ പെയ്യുന്ന സമയങ്ങളിൽ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് അവിടുന്ന് ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും ഇപ്പോഴും ഉടനെ വേണമെങ്കിൽ ചെയ്യാം. മഴ നമ്മൾ ഒരാഴ്ച വരെയുള്ള മഴ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞേ പെയ്യുള്ളൂ, നല്ല ശക്തമായ മഴ വരുള്ളൂ എന്ന് പ്രതീക്ഷിക്കാം. വിളിച്ചതിന് വളരെ നന്ദി. അപ്പോൾ ഇപ്പോൾ 1-2 പ്രേക്ഷകർ ചോദിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുകയാണ്, ആവർത്തിച്ചുള്ള കൃഷിരീതി കൊണ്ട് ഈ മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത നഷ്ടമാവില്ല? തീർച്ചയായും. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വിളകൾ നമ്മൾ എടുക്കുമ്പോൾ മണ്ണിൽ നിന്ന് ഒരുപാട് മൂലകങ്ങൾ നമ്മൾ ഈ വിളകളുടെ രൂപത്തിൽ മണ്ണിൽ നിന്ന് മാറ്റുകയാണ്. നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ മുഴുവൻ നെല്ലാണെങ്കിലും തേങ്ങയാണെങ്കിലും വാഴയാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും ഈ പോഷകങ്ങൾ മണ്ണിൽ നിന്ന് എടുത്തിട്ട് അതിനെ പല രൂപത്തിലാക്കി മാറ്റിയിട്ടാണ് നമ്മൾ അതിനെ എടുക്കുന്നത്. അതുകൊണ്ട് ഓരോ വിളകളും കഴിയുമ്പോൾ ഒരുപാട് പോഷകങ്ങൾ മണ്ണിൽ നിന്ന് നീക്കം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്രയും മൂലകങ്ങൾ നമ്മൾ തിരിച്ച് മറ്റു പല രൂപങ്ങളിലും ഈ വളങ്ങളുടെ രൂപത്തിലൊക്കെ കൊടുത്താൽ മാത്രമേ നമുക്ക് ആ മണ്ണിൻ്റെ ഉൽപ്പാദനക്ഷമത നിലനിർത്താൻ പറ്റുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ട് ചിലപ്പോൾ രാസവളങ്ങളൊക്കെ കൂടുതൽ പ്രയോഗിക്കുമ്പോഴാണ് ഈ പറഞ്ഞ അമ്ലത്വത്തിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ കുമ്മായ പ്രയോഗത്തിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ ആ രീതിയിലുള്ള സംയോജിത, പ്രത്യേകിച്ച് നമ്മൾ ജൈവവളങ്ങൾ കൂടുതൽ പ്രയോഗിക്കുമ്പോൾ മണ്ണിന് മൊത്തത്തിലൊരു ബഫറിങ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇതുപോലുള്ള ചീത്തയായിട്ടുള്ള ഫലങ്ങൾ ഇല്ലാതിരിക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അടുത്തൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. സ്വാഗതം. നമസ്കാരം, പറയൂ. എൻ്റെ പേര് കൃഷ്ണൻ നായർ, കരകുളത്തുനിന്നാണ്. എവിടുന്നാണ്? കൃഷ്ണൻ നായർ, കരകുളം. ഓക്കെ. അതെ. എനിക്ക് 3 സംശയങ്ങളാണ്. ഒന്ന്, ഇപ്പൊ കൃഷിഭവൻ പരിപാടിയിൽ പറഞ്ഞത് ജൈവവളവും രാസവളവും ഒരുമിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലതെന്ന്. അങ്ങനെ വരുമ്പോൾ ജൈവവളത്തിലുള്ള ജൈവാണുക്കൾ നശിച്ചു പോവുകയില്ലേ എന്നുള്ളതാണ് ഒരു സംശയം. രണ്ടാമത്തെ ചോദ്യം, ഈ മണ്ണ് പരിശോധനയായിട്ട് ബന്ധപ്പെട്ട്, ഈ മണ്ണ് പരിശോധനയ്ക്ക് കൃഷിക്കാർ എടുത്തുകൊണ്ട് കൊടുക്കണം, ഒരിക്കലും അത് സേഫ്റ്റി ആവുന്നില്ല. അപ്പൊ ഈ വാർഡ് തലത്തിലോ അല്ലെങ്കിൽ കൃഷിഭവന്റെ ബേസിലോ ഈ കൃഷിക്കാരെ സെലക്ട് ചെയ്തിട്ട് അവരെ മണ്ണ് നേരിട്ട് വന്ന് എടുത്ത് പരിശോധിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ കഴിയില്ലേ എന്നുള്ളതാണ് രണ്ടാമത്തെ സംശയം. ശരി. മൂന്നാമത്തെ കാര്യം, ഞാൻ റംബുട്ടാനും മാവും ഒക്കെ വീട്ടിന്റെ പരിസരത്ത് കണ്ടിട്ടുണ്ട്. ഇതെല്ലാം പൂ വരുന്ന സമയത്ത് ഒരു കരിഞ്ഞ്, അതായത് റോസ് കളറിൽ കരിഞ്ഞങ്ങ് പോവുകയാണ് ചെയ്യണം. മാങ്ങ പിടിക്കാതെ റംബുട്ടാൻ കായ്ക്കാതെയൊക്കെ പോകുന്നുണ്ട്. അതേപോലെ കായ്ക്കുന്ന മാങ്ങ തന്നെ എല്ലാം കേടായി പോകുന്നുണ്ട്. ഈ 3 ചോദ്യങ്ങളാണ് എനിക്ക് സംശയമുള്ളത്. ശരി. ആദ്യത്തെ ചോദ്യത്തിന് ജൈവവളങ്ങളും രാസവളങ്ങളും ഒന്നിച്ച് പ്രയോഗിക്കുന്നത് ശരിയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇതിൽ നമ്മൾ കുമ്മായവും രാസവളങ്ങളും ഒന്നിച്ച് പ്രയോഗിക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് വളരെ കൃത്യമായിട്ട് അതിനകത്ത് അത് തമ്മിലുള്ള രാസപ്രവർത്തനം നടക്കുന്ന വഴി നമ്മൾ രാസവളങ്ങളിലുള്ള മൂലകങ്ങൾ നഷ്ടപ്പെടുമെന്നുള്ളതുകൊണ്ട് അങ്ങനെ പറയുന്നത്. ജൈവവളങ്ങൾ നമ്മൾ മണ്ണിൽ ഈ തടത്തിലാണെങ്കിലും കൊടുത്തതിന് ശേഷം അതിൻ്റെ കൂടെ രാസവളങ്ങളുടെ കൂടെ പ്രയോഗിക്കുന്നതുകൊണ്ട് കാര്യമായ കുഴപ്പമില്ല. കാരണം ജൈവവളങ്ങളിലല്ല സൂക്ഷ്മജീവികളുള്ളത്, സൂക്ഷ്മജീവികൾ മണ്ണിലാണുള്ളത്. അപ്പോൾ മണ്ണിലുള്ള സൂക്ഷ്മജീവികൾക്ക് അവർക്ക് പ്രവർത്തിക്കാനുള്ള അവരുടെ ആഹാരമായിട്ടാണ് നമ്മൾ ഈ ജൈവവളങ്ങൾ പ്രവർത്തിക്കുക. അതിൻ്റെ കൂടെ അല്പം, ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ചെറിയ ക്വാണ്ടിറ്റിയാണ് ഞാൻ പറയുന്നത്, അല്പം രാസവളങ്ങൾ അതിൻ്റെ കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഈ സൂക്ഷ്മജീവികൾക്ക് കാര്യമായ പ്രശ്നങ്ങളൊന്നും വരില്ല. നേരെ മറിച്ച് നമ്മൾ രാസവളങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കത് നഷ്ടപ്പെടാനുള്ള സാധ്യത ജൈവവളങ്ങളെ കൂടെ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും കൂടുതലാണ് രാസവളങ്ങൾ മാത്രം അപ്ലൈ ചെയ്യുമ്പോൾ. ജൈവവളങ്ങൾ അതിനെ ഭൗതികമായി തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൻ്റെ നഷ്ടം ഒരു പരിധിവരെ കുറക്കും. രണ്ടാമത്തെ ചോദ്യം മണ്ണ് പരിശോധനയായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. കേരളത്തിലുടനീളം പല കർഷകർക്കും ഇങ്ങനെ ഒരു പ്രശ്നം പറയാറുണ്ട്, വേണ്ട നല്ല രീതിയിലുള്ള. ഇപ്പോഴും പക്ഷേ നമ്മുടെ പല സംവിധാനങ്ങളും മിക്കവാറും എല്ലാ ജില്ലാ മണ്ണ് പരിശോധനാശാലകളിലും എല്ലാ ആധുനിക സൗകര്യങ്ങളൊക്കെ ലഭ്യമാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും നിങ്ങളെ നന്നായിട്ട് അതിനകത്ത് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ കൃഷി ഓഫീസർക്കായിരിക്കും. കൃഷി ഭവനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മിക്കവാറും പഞ്ചായത്തുകളിലെ കൃഷിഭവനുകൾ തന്നെ മണ്ണ് പരിശോധന ക്യാമ്പയിനുകൾ നടത്തുകയും നല്ല രീതിയിലുള്ള ശരിയായ രീതിയിൽ മണ്ണ് സാമ്പിൾ കളക്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന അനുഭവങ്ങൾ ഞങ്ങൾക്ക് പല സ്ഥലങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് കൃഷിഭവൻ അടിസ്ഥാനത്തിൽ അതിനെ ഒന്ന് സംഘടിപ്പിക്കുന്നതായിരിക്കും കൂടുതൽ നന്നായി വരിക. മൂന്നാമത്തെ കാര്യം പറഞ്ഞത് മാവിൻ്റെയും റംബൂട്ടാൻ്റെയൊക്കെ പൂക്കൾ കരിഞ്ഞു പോകുന്ന കാര്യം. ഇതിൽ നമുക്ക് അത് എന്തുകൊണ്ടാണെന്ന് കൃത്യമായിട്ട് ആ സാഹചര്യങ്ങൾ നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ. ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റങ്ങൾ അടുത്ത കാലത്തായിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം. പ്രത്യേകിച്ച് മാവിൻ്റെ കാര്യത്തിലൊക്കെ, മാവ് പൂക്കുന്ന കാലങ്ങളിലൊക്കെ ഉണ്ടാകുന്ന അതിന് അനുയോജ്യമായ കാലാവസ്ഥയല്ല ഇപ്പോൾ നമ്മുടെ പല കണ്ടീഷനിലും ഉള്ളത്.
അപ്പോൾ പൂക്കൾ കരിയാനുള്ള ഒരു കാരണം പ്രധാനമായിട്ടും ഈ കാലാവസ്ഥയിലുണ്ടാകുന്ന ചൂടിലുണ്ടാകുന്ന വ്യതിയാനവും പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങളും ഒക്കെ ആയിരിക്കും. ഈ റംബൂട്ടാൻ എന്നൊക്കെ പറയുന്നത് നമ്മുടെ നാട്ടിലെ ഒരു വിളയല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവന്നൊരു വിളയാണ്. അപ്പോൾ അതിനൊക്കെ ഒരുപാട് ചൂട് കൂടുതലായി കഴിഞ്ഞാൽ അതിൻ്റെ പൂക്കൾ കരിഞ്ഞു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. പിന്നെ മാങ്ങ ആയിക്കഴിഞ്ഞതിന് ശേഷം പുഴുക്കൾ വരുന്നതിന് തടയാനുള്ള സംവിധാനം നമ്മുടെ ഉണ്ട്. ഈ മാങ്ങയെ ആക്രമിക്കുന്ന കായീച്ചകളെ നിയന്ത്രിക്കാനുള്ള ഒരു കെണി MET എന്ന് പറയും, മീഥൈൽ യൂജിനോൾ ട്രാപ്പ്, കായീച്ച കെണി. മിക്കവാറും നിങ്ങൾ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളുമായിട്ട് മിക്കവാറും എല്ലാ കേരളത്തിലെ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും ലഭ്യമാണ്. അത് മാവ് പൂക്കുന്ന സീസൺ എന്ന് വെച്ചാൽ ഡിസംബർ കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ നമ്മൾ പൂക്കുമ്പോഴേ കെണി വെക്കണമെന്നില്ല, മാങ്ങയൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷം വെച്ചാലും മതി. അത്തരം കെണികൾ വെക്കുന്നത് വഴി നമ്മൾ ഈ കായീച്ചകളെ കെണിയിലേക്ക് ആകർഷിക്കുകയും അതുവഴി നശിപ്പിക്കാനുള്ള നമുക്ക് അതിനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അത് ഉപയോഗിക്കുന്നത് വഴി നമുക്ക് മാങ്ങയിലെ കായീച്ചയെ നല്ലതായിട്ട് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. ഒരു സംശയം കൂടെ ഉണ്ട്, ചെറിയ കാര്യങ്ങൾ പറയൂ. ഒരു സംശയം, 1 ഏക്കറോളം സ്ഥലത്ത് വാഴ കൃഷിയുണ്ട്. പറയൂ. കഴിഞ്ഞ വർഷവും ഇപ്പോൾ അതിന്റെ ഒരു വിത്ത് നിർത്തി. വ്യാപകമായിട്ട് ഇതിന്റെ മൂട് കേടായി അഴുകി, മൂട് കാണില്ല, പിണ്ടം മൊത്തമായിട്ട് അഴുകിയിട്ട് വാഴ കുലയ്ക്കുന്ന ഭാഗം മറിഞ്ഞു പോവുകയാണ്. ചെള്ളു കയറുന്നതല്ല, നിമാതിരയുമല്ല. ഞാൻ പറയാം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിലൊക്കെ അതിന്റെ ഉത്തരവുണ്ട്. സാറ് വളരെ നല്ല രീതിയിൽ അതിനെ ശ്രദ്ധിക്കുന്ന ഒരാളാണെന്ന് മനസ്സിലായി. വാഴയിൽ കുമ്മായം പ്രയോഗിക്കാറുണ്ടോ? വാഴയില് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കുമ്മായവും കോഴി വളവും ചാണകമായിട്ട് മിക്സ് ചെയ്ത് ഇട്ടായിരുന്നു. രാസവളം ചേർക്കാതെയാണ് അപ്പോൾ ഇട്ടത്. കുമ്മായം പ്രയോഗിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം മണ്ണിൽ ഇതുപോലുള്ള ഫംഗസുകൾ, അമ്ലത്വം കൂടുമ്പോൾ ഉണ്ടാകുന്ന ഫംഗസുകളൊക്കെ വരുന്നതുകൊണ്ടാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് വരുന്നത്. കൂടുതൽ ജൈവവളം ജൈവവളം മാത്രമേ പ്രയോഗിക്കുന്നുള്ളൂ എങ്കിൽ അത് കൂടുതൽ ജൈവവളം തന്നെ പ്രയോഗിക്കുന്നതാണ് നല്ലത്. രാസവളങ്ങൾ വളരെ ബാലൻസ്ഡ് ആയിട്ട് ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഒരു വിദഗ്ധൻ്റെ ഒരു ഉപദേശം കൂടെ കേട്ടുകൊണ്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. എന്തായാലും മണ്ണ് പരിശോധന ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ. നമുക്ക് സമയപരിമിതിയുണ്ട്, ക്ഷമിക്കണം, സമയപരിമിതിയുണ്ട്. നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. സാർ, ഇനി വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. ഇപ്പം മഴക്കാലമാണ്. വളരെ പെട്ടെന്ന് ഈ മഴക്കാലത്ത് നമ്മൾ മണ്ണിന് വേണ്ടി എന്ത് ചെയ്യണം? മഴക്കാലം പൊതുവേ നമ്മുടെ മഴക്കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് തെങ്ങ് പോലുള്ള വിളകളിലൊക്കെ നമ്മളൊരു ചെടികളിലൊരു മഞ്ഞ നിറം കാണാനുള്ള സാധ്യത. നമ്മളതിനെ പോസ്റ്റ് മൺസൂൺ യെല്ലോയിങ് എന്ന് പറയും. കാരണം ശക്തിയായ മഴ പെയ്ത് വെള്ളം കെട്ടി നിന്ന് വെള്ളം താഴോട്ട് ഇറങ്ങി ഒലിച്ചു പോകുന്നത് വഴി മണ്ണിലുള്ള എളുപ്പം ലഭ്യമാകുന്ന പോഷണങ്ങളൊക്കെ നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയുണ്ട്. നമ്മൾ കൂടുതലും ചെയ്യുന്നത് തടങ്ങളിൽ വെള്ളം എത്രയൊക്കെ സംരക്ഷിച്ച് നിർത്താൻ പറ്റുന്ന അത്രയും സംരക്ഷിച്ച് നിർത്തുക. അതുപോലെ ജൈവ വസ്തുക്കൾ വെച്ച് നമ്മൾ കഴിയുന്നതും അതിനെ ഒലിച്ചു പോകാതെ സംരക്ഷിച്ച് നിർത്തി നോക്കുക. എന്തായാലും കുറച്ച് കാര്യങ്ങൾ വരും, പക്ഷേ അത് കഴിഞ്ഞ ഉടനെ നമുക്കതിനെ തിരിച്ചു കൊണ്ടുവരാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യാവുന്നതാണ് ജൈവവളങ്ങളൊക്കെ പ്രയോഗിക്കുന്നത് വഴി. വളരെ വിപുലമായ ഒരു വിഷയം വളരെ പരിമിതമായ സമയത്തിനുള്ളിൽ പറഞ്ഞു തീർക്കേണ്ടി വന്നതാണ്. ഇനി മാന്യപ്രേക്ഷകർക്ക് ഇതിലും കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ സാറിനോട് ബന്ധപ്പെടാവുന്നതാണ്. വിലാസം പറയാം: ഡോക്ടർ P. മുരളീധരൻ, പ്രോഗ്രാം കോർഡിനേറ്റർ, KVK ആലപ്പുഴ, CPCRI കായംകുളം, ആലപ്പുഴ. ഫോൺ നമ്പർ 0479 244 9268. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം: 0479 244 9268. എല്ലാ പ്രേക്ഷകർക്കും നന്ദി. സാറിന് പ്രത്യേകിച്ച് നന്ദി. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മരം നട്ടുപിടിപ്പിക്കുന്നതിന് വനം വകുപ്പ് ധനസഹായം നൽകും. കാട വളർത്തുന്നതിന് അനശ്വര പദ്ധതി.
പ്രതിദിനം 30,000 കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിക്കുന്ന ഹാച്ചറി കൊല്ലത്ത് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. സ്വന്തം സ്ഥലത്ത് പ്ലാവ്, തേക്ക്, ചന്ദനം, മഹാഗണി, ആഞ്ഞിലി, ഈട്ടി, കുമ്പിൾ, കമ്പകം, കുന്നിവാക, തേമ്പാവ് എന്നീ മരങ്ങൾ നട്ടുവളർത്തുന്നവർക്ക് കേരള വനം വകുപ്പ് സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന്റെ വൃക്ഷവൽക്കരണ പദ്ധതിയിലൂടെ സാമ്പത്തിക സഹായം നൽകുന്നു. വ്യക്തികൾ, കർഷകർ, വനസംരക്ഷണ സമിതി, കുടുംബശ്രീ യൂണിറ്റ്, സ്വയം സഹായ സംഘം, കർഷക സഹകരണ സംഘം, സർക്കാർ ഇതര സംഘടനകൾ എന്നീ വിഭാഗങ്ങൾക്കാണ് ധനസഹായത്തിന് അർഹത. 50 മുതൽ 200 വരെ തൈകൾക്ക് തൈ ഒന്നിന് 50 രൂപ നിരക്കിലും 201 മുതൽ 400 വരെ തൈകൾക്ക് തൈ ഒന്നിന് 40 രൂപ നിരക്കിലും 401 മുതൽ 625 വരെ തൈകൾക്ക് തൈ ഒന്നിന് 30 രൂപ നിരക്കിലും ലഭിക്കും. അതത് സ്ഥലത്തെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർക്കാണ് അപേക്ഷ നൽകേണ്ടത്. വീട്ടുമുറ്റത്തും മട്ടുപ്പാവിലും കാട വളർത്തുന്നതിന് കേരള വെറ്ററിനറി സർവകലാശാലയുടെ പദ്ധതിയാണ് അനശ്വര. പദ്ധതി പ്രകാരം 15 കാടകളും കൂടും 3000 രൂപയ്ക്കും 25 കാടകളും കൂടും 4000 രൂപയ്ക്കും ലഭിക്കും. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ചങ്ങലയിൽ തൂക്കിയിടുന്ന GI നിർമ്മിത കൂട്ടിൽ സ്വയം നിയന്ത്രിത ഡ്രിങ്കറുകളും മറ്റു സൗകര്യങ്ങളുമുണ്ട്. ഉടനെ തന്നെ പദ്ധതി നടപ്പിൽ വരും. അനശ്വര കാടക്കോഴി പദ്ധതിയിലേക്ക് മുൻകൂറായി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. വിലാസവും ഫോൺ നമ്പരും. കോർഡിനേറ്റർ അനശ്വര പദ്ധതി, പൗൾട്രി ഉന്നത പഠന കേന്ദ്രം, വെറ്ററിനറി കോളേജ്, മണ്ണുത്തി, തൃശൂർ. ഫോൺ 0487 237 0117. കോട്ടയം ജില്ലയിലെ കോഴ പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 19, 20 തീയതികളിൽ മണ്ണിലെ പോഷകാംശങ്ങൾ പരിപാലിക്കുന്നതിനെക്കുറിച്ചും വിവിധ വിളകളുടെ രോഗകീടബാധകളും അവയുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും കർഷകർക്ക് ദ്വിദിന പരിശീലനം നൽകുന്നു. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള ഇടുക്കി, കോട്ടയം ജില്ലകളിലെ കർഷകർ ഈ മാസം 13 തീയതിക്ക് മുൻപ് കോഴ പ്രാദേശിക കാർഷിക പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 0482 223 1351. ജാതി മരങ്ങളിൽ കായ്പൊഴിച്ചിലും ത്രെഡ് ബ്ലൈറ്റ് രോഗവും കണ്ടുവരുന്നു. ജാതിയിലെ രോഗം നിയന്ത്രിക്കുന്നതിന് 1% വീര്യമുള്ള ബോർഡോ മിശ്രിതം തളിക്കണമെന്ന് എറണാകുളം കൃഷി വിജ്ഞാന കേന്ദ്രം അറിയിച്ചു. നല്ല വെയിലുള്ള സമയം നോക്കിയാണ് ബോർഡോ മിശ്രിതം തളിക്കേണ്ടത്. കൂടാതെ തടങ്ങളിൽ ട്രൈക്കോഡർമ ചേർത്ത് സമ്പുഷ്ടീകരിച്ച ചാണകം ചേർക്കുന്നത് നല്ലതാണ്. 20 ഗ്രാം സ്യൂഡോമോണസ് 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി മരങ്ങളിൽ തളിക്കുന്നതും പ്രയോജനം ചെയ്യും. പ്രതിദിനം 30,000 കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചിറക്കുന്ന ഹാച്ചറി ആയൂർ തോട്ടറയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായി നിർമ്മിക്കുന്നു. ഇതോടൊപ്പം ധനസഹായം നൽകി കൊല്ലം ജില്ലയിലെ എഗ്ഗർ നഴ്സറികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും പദ്ധതിയുണ്ട്. ഭാരതത്തിലെ കാർഷിക സർവകലാശാലകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികൾക്കായി ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടി റാവെ എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രാമവാസം നടത്തുന്നു. ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കാർഷിക വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് റാവയുടെ ലക്ഷ്യം. കേരള കാർഷിക സർവകലാശാലയിലെ 96 വിദ്യാർത്ഥികളുടെ ഗ്രാമവാസ പരിപാടി വയനാട്ടിൽ നടന്നു. പൊലിക 2014 എന്ന പേരിൽ ഗ്രാമവാസ പരിപാടി വയനാട് ജില്ലയിലെ സുൽത്താൻ ബത്തേരിയിൽ സംഘടിപ്പിച്ചു. വെള്ളായണി കാർഷിക കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമായാണ് ഈ ഗ്രാമവാസ പരിപാടി സംഘടിപ്പിച്ചത്. ഗ്രാമപ്രദേശങ്ങളിൽ കർഷകരുടെ ഇടയിൽ ഇറങ്ങിപ്രവർത്തിച്ച് അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുക എന്നതാണ് ഗ്രാമീണ കാർഷിക പ്രവൃത്തി പരിചയ പരിപാടിയുടെ ലക്ഷ്യം. ഭാരതത്തിലെ കാർഷിക സർവകലാശാലകളിലെ അവസാന വർഷ ബിരുദ വിദ്യാർത്ഥികളുടെ പാഠ്യപദ്ധതിയിൽ ഗ്രാമവാസ പരിശീലന പരിപാടി റൂറൽ അഗ്രികൾച്ചറൽ വർക്ക് എക്സ്പീരിയൻസ് RAWE റാവെ എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് അത്തരം ഒരു പരിപാടി നടപ്പിലാക്കണം എന്ന് ശുപാർശ ചെയ്യുകയുണ്ടായി. അതനുസരിച്ച് കാർഷിക സർവകലാശാലകളിലെ BSc അഗ്രികൾച്ചർ ബിരുദ പാഠ്യപദ്ധതിയിലെ അവസാന വർഷ കുട്ടികൾക്ക് ഗ്രാമ അന്തരീക്ഷത്തിൽ പോയി താമസിച്ച് പ്രവർത്തിച്ച് കർഷകരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും കൃഷിക്കാർക്ക് വേണ്ടി ഉതകുന്ന രീതിയിൽ പരിപാടികൾ നടത്തുകയും അവർക്ക് വേണ്ടി പദ്ധതികൾ ആവിഷ്കരിക്കുകയും ചെയ്യുക, അതിന് പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യമാണ് ഇതുമൂലം ഉദ്ദേശിച്ചിട്ടുള്ളത്. ഗ്രാമീണ കാർഷിക ജീവിതത്തിന്റെ താളക്രമവുമായി വിദ്യാർത്ഥികളെ സജ്ജരാക്കുവാനായി കൃഷിഭവൻ പരിശീലനം, നീർമറി പ്രദേശ പരിപാലന വിശകലനം, ഫാം പ്ലാൻ തയ്യാറാക്കൽ, പുരോഗമന കർഷകരുമായുള്ള സഹവാസം, മാധ്യമ പ്രവർത്തനം, കാർഷിക ക്ലിനിക്കുകളുടെ സംഘാടനം എന്നിവ
ഒരേ പഞ്ചായത്തിൽ തന്നെ നടപ്പാക്കാനുള്ള ആസൂത്രണവും നടന്നു. BSc അഗ്രികൾച്ചർ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് കാർഷിക വികസനത്തിൻ്റെ വിവിധ മേഖലകളിൽ, അത് ബാങ്കിങ് രംഗത്താണെങ്കിലും ഗവേഷണ രംഗത്താണെങ്കിലും വിവിധ മേഖലകളിൽ പ്രവർത്തിക്കേണ്ടവരാണ്. ഇത്തരം ആളുകളെ കർഷകരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാനും അവരുടെ പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുവാനും അതിനനുസരിച്ച് പദ്ധതി രൂപീകരിക്കാനും ഉള്ള കഴിവുണ്ടാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനമായും ഇത് ഉദ്ദേശിക്കുന്നത്. വയനാട്ടിലെ തനത് നാടൻ വസ്തുക്കളുടെ പ്രദർശനവും ഇതോടൊപ്പം സംഘടിപ്പിച്ചു. നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പഴയ ചിട്ടവട്ടത്തിലുള്ള അപൂർവ ഇനം സാധനങ്ങളുടെ പ്രദർശനം കാഴ്ചക്കാരിൽ കൗതുകമുണർത്തി. കാർഷിക മേഖലയുടെ ഗുണപരമായ മാറ്റത്തിനുതകുന്ന രീതിയിലുള്ള ഇടപെടലുകളും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നതിനും കൂടിയായിരുന്നു ഗ്രാമവാസ പരിപാടി സംഘടിപ്പിച്ചത്. കമ്പോള അവലോകനം. മാസങ്ങൾ നീണ്ട കുതിപ്പുകൾക്ക് ശേഷം വെളിച്ചെണ്ണയ്ക്ക് വില തകർച്ച. റെക്കോർഡായ 15,900 രൂപയിൽ നിന്ന് എണ്ണ മാർക്കറ്റ് 13,900 ഇടിഞ്ഞതിനൊപ്പം കൊപ്ര വിലയും താഴ്ന്നു. 10,000 രൂപയിലെ താങ്ങ് നഷ്ടപ്പെട്ട കൊപ്ര 9,350 രൂപയിലാണ്. കുരുമുളകിന് ആവശ്യക്കാർ കുറഞ്ഞതോടെ ഉൽപ്പന്നത്തിന്റെ നിരക്ക് വാരത്തിന്റെ രണ്ടാം പകുതിയിൽ ഇടിഞ്ഞു. വിദേശ കുരുമുളക് വരവാണ് വിപണിയുടെ താളം തെറ്റിച്ചത്. അതേസമയം ഹൈറേഞ്ചിൽ നിന്നുള്ള ചരക്ക് നീക്കം കുറഞ്ഞു. റബ്ബർ തോട്ടങ്ങൾ പുതിയ സീസണെ വരവേൽക്കാൻ ഒരുങ്ങി. മഴ ടാപ്പിങ്ങിന് തടസ്സമാവാതിരിക്കാൻ ഒട്ടുമിക്ക തോട്ടങ്ങളിലും കർഷകർ റെയിൻ ഗാർഡ് ഒരുക്കി. മൺസൂണിന്റെ വരവ് ഏലം ഉൽപാദനത്തിന് അവസരമായി. കാലാവസ്ഥയിലെ മാറ്റം കണക്കിലെടുത്താൽ മാസാവസാനം പുതിയ ഏലം വിൽപ്പനയ്ക്ക് സജ്ജമാകും. ഇതോടെ ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.